സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ കേൾക്കുന്ന മറ്റൊരു ടേമാണ് മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ്. എന്താണ് മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ് എന്ന് നോക്കാം. ഇപ്പോൾ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് കീപ്പ് ഓൺ ഇൻക്രീസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ എല്ലാ മാസവും അതിൻ്റെ ഒരു പ്രൈസ് ഓൾ ടൈം ഹൈയിൽ എത്തുകയാണെങ്കിൽ നമ്മൾക്ക് സാധാരണ ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല. മറിച്ച് ആ സ്റ്റോക്കുകളെ ഒരു ടെക്നിക്കൽ അനാലിസിസ് നടത്തി അതിൻ്റെ ആ പ്രോപ്പറായിട്ടുള്ളൊരു പാറ്റേൺ, അതിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള പാറ്റേൺ അല്ലെങ്കിൽ ട്രെൻഡ് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ മൊമെൻറ്റം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ മനസ്സിലാകേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ഷോർട്ട് ടൈമിൽ വളരെ ഉയർന്ന റിട്ടേൺ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ, അതായത് വളരെ ഉയർന്ന റിട്ടേൺ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വളരെയധികം ഉയർന്ന റിസ്ക്കും ഇൻവോൾവഡ് ആണ്. ഇൻ കേസ് ഇതിൻ്റെ പ്രൈസ് താഴെ പോയാൽ വളരെ ബാഡായിട്ട് വളരെയധികം ഇടിഞ്ഞ് വളരെ ലോസ് ഉണ്ടാകാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ മൊമെൻറ്റം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണമായിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ സെറ്റ് ചെയ്യാറുണ്ട്. ഇൻ കേസ് പ്രൈസ് താഴെ പോവുകയാണെങ്കിൽ ചെറിയ ലോസിൽ ഇത്തരം സ്റ്റോക്കുകൾ വിറ്റൊഴിഞ്ഞ് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാതെ വലിയ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. പിന്നീട് ഇത്തരം ട്രെൻഡ് കാണുമ്പോൾ പിന്നെ നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ഇത്തരം സ്ട്രാറ്റജികളിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനും കഴിയും. അതുപോലെ നോർമലി ഇത്തരം മൊമെൻറ്റം ഇൻവെസ്റ്റുകൾ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഷോർട്ട് ടൈമിലാണ്. ലോങ് ടൈമിലേക്ക് മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ് ആരും പ്രിഫർ ചെയ്യാറില്ല. ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അദാനി എൻ്റർപ്രൈസിൻ്റെ സ്റ്റോക്ക് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് മൊമെൻറ്റം സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ് ആണ് ആൾക്കാർ നടത്തിയിട്ടുള്ളത്. ഏതാണ്ട് 150 റുപ്പീസ് ഉണ്ടായിരുന്ന സ്റ്റോക്കിൻ്റെ പ്രൈസ് ഏതാണ്ട് 7,000 വരെ ഉയർന്നിട്ടുണ്ട്. അത് പലപ്പോഴും നോക്കിയാൽ പല സമയത്തും അതിൻ്റെ പ്രൈസ് വാല്യൂ എല്ലാ മാസവും ഓൾ ടൈം ഹൈയിലെത്തുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ആ സമയം അതിൻ്റെ ട്രെൻഡ് അങ്ങനെയായിരുന്നു. ആ സമയത്ത് അതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് നല്ല പ്രോഫിറ്റും ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ പിന്നീട് ഒരിക്കൽ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ കമ്പനിയുടെ റിപ്പോർട്ടിൽ അദാനി എൻ്റർപ്രൈസിനെ കുറിച്ച് നെഗറ്റീവ് പോയിൻറ്റ്സുകൾ മെൻഷൻ ചെയ്തപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് വളരെയധികം താഴെ പോയി വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു കഥയും ഉണ്ട്. അതുകൊണ്ട് ഇത്തരം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ സെറ്റ് ചെയ്ത് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇതുപോലെ ഒരു സ്റ്റോക്കിനെ പ്രോപ്പർ ടെക്നിക്കൽ അനാലിസിസ് നടത്തി ആ പ്രൈസ് മൂവ്മെൻറ്റിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ ട്രെൻഡ് മനസ്സിലാക്കി പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസുകൾ സെറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. താങ്ക് യു.